2026 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുമ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ഊന്നിപ്പറയുന്ന ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്ന ആശയമാണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്നത്. മരങ്ങൾ ഭൂമിയുടെ ശ്വാസകോശമാണ്. അവ മുറിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നത് നമുക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കാതെയുള്ള ഓട്ടമാണ് ഇന്നത്തെ തലമുറയുടെ. ഒരു വിപത്ത് വന്നിട്ട് അതിന് പരിഹാരം തേടുന്നതിനേക്കാൾ അവ ഒഴിവാക്കാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊന്ന് നോക്കിയാലോ. നമ്മൾ സംസാരിക്കുന്ന 1 മിനിറ്റ്, അതായത് 60 സെക്കൻഡ്. ആ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ ഭൂമിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ 1 മിനിറ്റ് കൊണ്ട് 45 ഏക്കർ വനമാണ് വെട്ടി നശിപ്പിക്കപ്പെടുന്നത്. അതായത് നമ്മുടെ ഈ പ്രകൃതി ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഈ ഡീഫോറസ്റ്റേഷൻ ആണ്, അതായത് വനനശീകരണം. ഈ മരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ജീവനാഡിയാണ്. അതില്ലാതായാൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്നാൽ നമ്മുടെ ഓക്സിജന്റെ അളവ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് നമുക്ക് ഓക്സിജൻ തരുന്നത് മരങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ മണ്ണൊലിപ്പ്, അതായത് സോയിൽ ഇറോഷൻ തടയുന്നത് മരങ്ങളാണ്. നമ്മുടെ മഴയെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ എക്കോസിസ്റ്റം, ഇതിനെല്ലാം നമ്മുടെ മരങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. എന്നാൽ നമ്മൾ ഇപ്പോഴത്തെ ഈ ഇൻഡസ്ട്രിയൽ വരുന്നതും റോഡ് വികസനങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി ഡെവലപ്മെന്റ്സ് കൊണ്ട് നമ്മൾ നമ്മുടെ വനങ്ങളെയും മരങ്ങളെയും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മരങ്ങളെ വെട്ടാൻ വരുന്നവർക്ക് മുന്നിൽ അവയെ കെട്ടിപ്പിടിച്ച് കാവൽ നിന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ ചരിത്രവും, അതുപോലെ തന്നെ 1300 ഏക്കറിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച ജാദവ് എന്ന മനുഷ്യന്റെ ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് മരം വെറും ഒരു തടിക്കഷ്ണമല്ല, അത് ജീവന്റെ നാടിയാണെന്ന് തിരിച്ചുകൊണ്ട് മരങ്ങളെ സംരക്ഷിക്കാം. വികസനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ഈ കൊച്ചുപോലുള്ള നഗരങ്ങളിൽ വികസനത്തിന്റെ ഭാഗമായി ഒരുപാട് ഫാക്ടറികൾ, പവർ പ്ലാന്റുകൾ തുടങ്ങിയവയുണ്ട്. ഇതിൽ നിന്നെല്ലാം പുറപ്പെടുന്ന മാലിന്യം നമ്മുടെ ഈ പ്രകൃതിയെ, അതായത് വായു, മണ്ണ്, ജലം തുടങ്ങിയവയെ മലിനമാക്കുന്നുണ്ട്. എന്നാലും സ്ക്രബ്ബറുകൾ, മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ഫാക്ടറിയുടെ ചുറ്റും മരങ്ങൾ നട്ടുപിടിപ്പിക്കുക തുടങ്ങിയവയിലൂടെ നമുക്കിതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കും. എന്നിരുന്നാലും വികസനത്തിന്റെ ഒപ്പം തന്നെ അതിന്റെ പരിഹാര മാർഗങ്ങൾ കൂടി കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കണം. അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് കൂടി ആവശ്യമായ കാര്യം. ലോകമെമ്പാടുമുള്ള മലിനീകരണത്തിന് പലതരം റീസണുകളുണ്ട്. ഇതിലേതൊക്കെയാണ് റീസൺ എന്ന് നിങ്ങൾക്കറിയാമോ? മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ ആണ്. ഈ എയർ പൊല്യൂഷനിൽ തന്നെ മോർ ദാൻ 70% വരുന്ന പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെഹിക്കിൾ പൊല്യൂഷൻ, അതായത് വാഹന മലിനീകരണം. ഈ വാഹന മലിനീകരണം നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതായത് നമ്മൾ വാഹനങ്ങൾ അമിതമായി യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന പുകയിൽ നിന്നാണ് ഈ വാഹന മലിനീകരണം ഉണ്ടാകുന്നത്. അത് നമ്മൾക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷനെയും അത് ബാധിക്കുകയും ചെയ്യും. ഈ വാഹന മലിനീകരണം ലഘൂകരിക്കാനായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസും അതിനാവശ്യമായിട്ടുള്ള പുതിയ ടെക്നോളജിയുള്ള വാഹനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു. ഈ വാഹന മലിനീകരണം നമുക്ക് എങ്ങനെ തടയാനായിട്ട് സാധിക്കും? മെയിനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് പുതിയ പുതിയ റൂൾസ് അനുസരിച്ചുള്ള, അതായത് ഗവൺമെന്റിന്റെ നോംസ് അനുസരിച്ചുള്ള വാഹനങ്ങൾ നമ്മൾ നിരത്തിലിറക്കുക എന്നാണ് നമുക്ക് ആദ്യമായി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കാർ പൂളിംഗ് പ്രൊമോട്ട് ചെയ്യുക. കാർ പൂളിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ദിശയിലേക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവർ ഒറ്റ വാഹനം, സിംഗിൾ വെഹിക്കിൾ മാത്രം യൂസ് ചെയ്യുക. അതായത് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾ ആവാം, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ ടാക്സി ഉപയോഗിച്ചിട്ട് ഒരൊറ്റ വാഹനം ഉപയോഗിച്ച് മാത്രം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ മലിനീകരണം ലഘൂകരിക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ കാറ്റലിറ്റിക് കൺവേർട്ടർ ഡിവൈസ്. കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറഞ്ഞ ഡിവൈസ് വാഹനങ്ങളിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റാൻസസിനെ നമുക്ക് ലോ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതും നമ്മുടെ മലിനീകരണത്തെ നമുക്ക് ലഘൂകരിക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫ്യൂവൽ എന്ന് പറയുമ്പോൾ CNG മായിട്ടുള്ള നാച്ചുറൽ ഗ്യാസ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസസ് ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങൾ നിരത്തിലിറക്കുക. അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്താലും നമ്മുടെ മലിനീകരണത്തിൽ ഏകദേശം 75% വരെ നമുക്ക് മലിനീകരണം ലഘൂകരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് 2 സ്ട്രോക്ക് ഉള്ള എൻജിൻസിനെ 4 സ്ട്രോക്ക് എൻജിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് മലിനീകരണത്തിൽ ലഘൂകരിക്കാനായിട്ട് സാധിക്കും.
ഉപയോഗിക്കുക വലിച്ചെറിയുക എന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും പ്ലാസ്റ്റിക് നിർമ്മിതമാണ്. എന്നാൽ ഇത് എത്രത്തോളം പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു എന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല. പ്രകൃതിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തേണ്ടതും മനുഷ്യന്റെ കടമ തന്നെയാണ്. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം തുണിസഞ്ചികളോ അതേപോലെ തന്നെ ജൂട്ട് സഞ്ചികളോ നമുക്ക് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് കുപ്പികൾക്കും പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് പകരം സ്റ്റീലിന്റെയോ ഗ്ലാസിന്റെയോ പാത്രങ്ങളോ കുപ്പികളോ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് സ്ട്രോകൾ ഒഴിവാക്കി നമുക്ക് പേപ്പർ സ്ട്രോകൾ അതേപോലെ തന്നെ സ്റ്റീൽ സ്ട്രോകൾ ഉപയോഗിക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കേണ്ട പ്ലാസ്റ്റിക് പരമാവധി കുറയ്ക്കുകയും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ ശേഖരിച്ച് അതിനെ പുനഃസംസ്കരിക്കാനുള്ള ബോധവൽക്കരണം മനുഷ്യരിലൂടെ എത്തിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഇന്ന് നമ്മൾ വ്യവസായ മലിനീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, വാഹന മലിനീകരണം, വനനശീകരണം തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്തു. ഈ ഓരോ പ്രശ്നങ്ങൾക്കും പൊതുവായൊരു സന്ദേശമുണ്ട്. പ്രകൃതിയെ നാം എല്ലാവരും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ഉത്തരവാദിത്വവുമുണ്ട്. ഒരു ചെറിയ മാറ്റം പോലും വലിയ ഫലം സൃഷ്ടിക്കും. ഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുകയും ശരിയായ രീതിയിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുകയും വിവേകപൂർവം പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ കൂടുതൽ സുരക്ഷിതമാക്കുവാനായിട്ട് സാധിക്കും. ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഏവർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. പ്രകൃതിയെ സ്നേഹിക്കുക, ഭൂമിയെ സുരക്ഷിതമാക്കുക. കാരണം ഭൂമി എന്നത് പാരമ്പര്യമല്ല, വരും തലമുറയിൽ നിന്ന് നമ്മൾ കടം കൊണ്ട സമ്പത്താണ്. ആ സമ്പത്തിനെ നമുക്ക് ഏവർക്കും ചേർത്തു പിടിക്കാം. നമ്മെ പല വിധങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രകൃതിയെ നമുക്കറിയാം. അമ്മയില്ലെങ്കിൽ നമ്മളില്ല, പ്രകൃതിയില്ലെങ്കിൽ ജീവനില്ല. ഭൂമാതാവിനെ സംരക്ഷിക്കുക എന്നുള്ള പാഠം കുട്ടികൾക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഈ ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോ വർഷവും ജൂൺ 5 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നു. പ്രകൃതി നമുക്ക് നൽകിയ കനികളല്ല, മറിച്ച് വരും തലമുറയ്ക്ക് വേണ്ടി നാം കാത്തു സൂക്ഷിക്കേണ്ട നിധിയാണ് ഈ ഭൂമി. പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചുകൊണ്ടും ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടും പരിസ്ഥിതി മലിനീകരണം കുറച്ചുകൊണ്ടും ഈ പ്രകൃതിയെ, ഈ ഭൂമിയെ നമുക്ക് കൂടുതൽ പച്ചപ്പുള്ളതാക്കി മാറ്റാം. വരും തലമുറയ്ക്ക് സുരക്ഷിതമായി പാർക്കാൻ ഈ പരിസ്ഥിതിയെ നമുക്ക് ഒരുമിച്ച് സംരക്ഷിക്കാം.